എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാമിൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുളിരിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. പ്രാണസഖി ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കും. ഞാൻ ഈ പാട്ട് കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഈ പാട്ട് പാടണം എന്ന് മനസ്സിൽ ഒത്തിരി ആഗ്രഹം. പ്രത്യേകിച്ചും ബാബുക്കയുടെ എല്ലാ സോങ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരു പ്രത്യേക ഗസൽ മൂഡിൽ കൊണ്ടുപോകുന്ന പല സോങ്സും ഉണ്ട് അല്ലേ. അദ്ദേഹം തന്നേക്കണ ആ ഓരോ പാട്ടുകളും നമ്മുടെ ഹൃദയത്തിൽ അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണ്. അത് പാടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓരോ സോങ്സിൻ്റെയും ഓരോ ലൈൻസിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഗതികളും പെർഫെക്ഷൻസും ഒക്കെ അതേപോലെ നമുക്ക് ഉൾക്കൊണ്ട് പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് ആ സോങ് ഒന്ന് ഒരു രണ്ടുപേരെങ്കിലും നിങ്ങളുടെ മുന്നിൽ മൂളണമെന്ന് തോന്നി. അത് അത്രത്തോളം നമ്മുടെ മനസ്സിൽ എന്താ പറയുക വല്ലാത്തൊരു ഫീല് കൊണ്ടുവന്ന സോങ്ങാണ് അല്ലേ. അന്നത്തെ കാലത്ത് പ്രണയിച്ച് നടക്കുന്നതും പ്രണയം ഇഷ്ടപ്പെടുന്നതും ആയ ആളുകളുടെ ഉള്ളിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയ സോങ്സാണ്. അപ്പം അതൊന്ന് വെറുതെ ഒന്ന് മൂളി നിങ്ങളുടെ മുന്നിലൊന്ന് മൂളണം തോന്നി, അത്രയേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ പാട്ടുകൾ അദ്ദേഹം മാത്രമല്ല കുറേ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത അന്നത്തെ എല്ലാ ലെജൻസുകളും നമുക്ക് തന്നേക്കുന്ന ഓരോ പാട്ടുകളും ആ പാട്ടിലൂടെ അവർ നമ്മുടെ ഹൃദയത്തിൽ എന്നും ജീവിച്ചിരിക്കും അല്ലേ. അവരുടെ ആ ഓർമ്മകളിലൂടെ അവരുടെ ആ സംഗീതത്തിലൂടെ നമ്മുടെ ഇടയിൽ അവർ ജീവിക്കും. ശരിക്കും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരും ജീവിക്കുന്നുണ്ട് അല്ലേ. എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നു. മിക്കവരും എന്താ പറയുക, പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ അവരുടെ ജീവിതം മറന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കും. കുറേ പൈസ ഉണ്ടാക്കും, നമ്മളും മരിക്കും. പക്ഷേ ആ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു അല്ലേ. ആ ഓർമ്മ പോലും ഇല്ലാണ്ട് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെ ഓർത്തിരിക്കാൻ ആരെ ഉണ്ടാവുക. പക്ഷെ നമ്മൾക്ക് ഓർത്തിരിക്കാൻ മാത്രം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. നമുക്ക് ജീവിക്കാൻ പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, പണമില്ലാത്തവൻ പിണം എന്ന് കേട്ടിട്ടില്ലേ. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു വയ്ക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഓർത്ത് വയ്ക്കാനായിട്ട് ചെയ്തു വയ്ക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അല്ലേ. അപ്പം നമ്മൾ മരണപ്പെട്ടാലും അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടത്തരം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താ പറയുക കുപ്രസിദ്ധിയും പ്രസിദ്ധിയും കേട്ടിട്ടില്ലേ. കുപ്രസിദ്ധിയിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ എല്ലാവരും ഓർമ്മപ്പെടുത്തലായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രസിദ്ധിയിലൂടെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രസിദ്ധി തന്നെയാണ് അല്ലേ. ഒരു നന്മകൾ നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ അയ്യോ അവരങ്ങനെ ഒരു നല്ല ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്ത് സംഭാവന ചെയ്ത ഒരു മനുഷ്യൻ എന്ന് ഓർത്തിരിക്കുക അല്ലേ. അതാണ് ഒരു സുഖം അല്ലേ. അങ്ങനെ മരണപ്പെട്ടാലും അവരുടെയൊക്കെ എല്ലാവരുടെ ഒരു ഹൃദയത്തിലൊരു പാർട്ടായിട്ട് നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, പണ്ടുള്ള മനുഷ്യർ പണ്ടൊക്കെ ജീവിച്ചിരുന്ന നമ്മുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ അവരുടെയൊക്കെ പിക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അല്ലേ. അവരെങ്ങനെ ഇരുന്നു, എങ്ങനെയാണ് അവരുടെ ഒരു ചായ കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ ആ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവൊക്കെ ഉണ്ടാവുള്ളൂ.
ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മൾ ജീവിച്ച് മരിച്ചാലും ആ ഒരു ഓർമ്മ ചിത്രം എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. കാരണം വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ മരണപ്പെട്ടാൽ അവരുടെ വീഡിയോ ലൈവായിട്ട് എപ്പോഴും ഇങ്ങനെ ജീവനോടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒരു വലിയ കാര്യം, അല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംവിധാനങ്ങളും ഇല്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരാ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും. പിന്നെ അവരുടെ ഒരു ഓർമ്മ പോലും നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് പണ്ടുള്ള തലമുറകളിലൊക്കെ ആരൊക്കെ ജീവിച്ചിരുന്നത്, അവരൊക്കെ എങ്ങനെയുള്ളവരാണ്. ഇപ്പം നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള അല്ല പുറകോട്ട് ഇങ്ങനെ നോക്കി തലമുറ മുന്നോട്ട് നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെയൊക്കെ ഒരു മുഖം എങ്ങനെയായിരുന്നു, അവരെങ്ങനെ ഇരുന്നിരുന്നത്, അവരുടെ ഒരു ക്യാരക്ടർ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ പറഞ്ഞും കേട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? ചിലപ്പം അവരുടെ ഒരു ഓർമ്മ പോലും ഇല്ലാണ്ട് നമ്മൾ മാഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകും. അതാണ് ഞാൻ ആലോചിക്കണ ഒരു കാര്യം കേട്ടോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നന്മയുടെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അവരുടെ ഹൃദയത്തിൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഓർമ്മയുണ്ടാവും. ഓർമ്മയില്ലാത്ത ആളുകളും ഉണ്ടാവും കേട്ടോ. ചിലപ്പം ഞാനീ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാകും. കാരണം ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഒന്നും ഓർത്ത് വയ്ക്കാനോ ഒരു സ്നേഹം പോലും തിരിച്ച് തരാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഒന്നും ഇഷ്ടപ്പെടാത്തൊരു കാലത്തിലുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹം മാത്രം ബേസ് ചെയ്ത് നമ്മൾ ജീവിതം മുന്നോട്ട് പടച്ചു നീക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടും. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്നാണെങ്കിലും ശരി, നമ്മളുടെ ബന്ധുക്കളുടെ അടുത്തു നിന്നാണെങ്കിലും ശരി, വേണ്ടപ്പെട്ടവർ ആരിൽ നിന്നാണെങ്കിലും ശരി, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കാര്യം നമുക്ക് പ്ലസ് ആയിട്ട് കിട്ടുമ്പോൾ അത് നമുക്ക് വലിയ കാര്യം എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണ് ഓർമ്മ, സ്നേഹം, കരുതൽ, ഇതൊക്കെ എന്തെങ്കിലും വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ ലോകത്തുള്ളത്. പിന്നെ ഒത്തിരി നന്മകൾ മനസ്സിൽ ഉള്ള കുറച്ച് ആളുകളെങ്കിലും ഇന്നത്തെ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏക ഒരു തെളിവെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയട്ടോ. നിങ്ങളുടെ എതിരാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയും. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതാണ്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാലും അതുകൊണ്ട് എനിക്കുണ്ടായ കുറേ പ്രശ്നങ്ങളുമാണ്. നമ്മളെപ്പോഴും വേണ്ടപ്പെട്ടവരെയാണെങ്കിലും അവരെയാണെങ്കിലും മനസ്സ് തുറന്ന് നമ്മൾ സ്നേഹിക്കുക. ആ സ്നേഹം നമ്മൾ അവരിൽ നിന്ന് അത്രയും തന്നെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി. കാരണം നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കും എന്നുള്ളൊരു തോട്ട്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു വിനയായിട്ട് വന്നത്. അത് ബന്ധുക്കളാണ് ശരി, കൂടപ്പിറപ്പുകളാണ് ശരി, ആരാണെങ്കിലും ശരി, നമ്മൾ ഒരു പരിധി കൂടുതലും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന എന്തും നമുക്കൊരു ബോണസ് തന്നെയായിരിക്കും, അല്ലേ? അതേസമയം പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ നിരാശരാകും. അതെന്ത് കാര്യമാണെങ്കിലും ശരി, നമ്മുടെ ഭാവിയുടെ കാര്യമാണെങ്കിലും ശരി, നമ്മുടെ കരിയറിൻ്റെ കാര്യമാണെങ്കിലും ശരി, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെങ്കിലും അതിനൊരു ഫലം എന്തായാലും ലഭിക്കും. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. കൂടുതലൊന്നുമില്ല. അപ്പോൾ ഈ പാട്ട് ഇന്നൊന്ന് നിങ്ങളുടെ മുന്നിലൊന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണല്ലോ സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത്. എത്രയൊക്കെ തിരക്ക് പിടിച്ചും എത്രയൊക്കെ ദുഷ്ടന്മാരുടെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ തങ്ങൾ സ്നേഹിക്കപ്പെടണം, പ്രണയിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹമില്ലാത്ത ആരെയുള്ളത്. അപ്പം അതൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പാട്ടും വീഡിയോ ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാവട്ടെ. ഓക്കെ ചിൽഡ്രൻസ്, ബൈ ബൈ.